നമസ്കാരം. സഹാര എക്സ്പ്രസിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേരള ഹിസ്റ്ററിയിൽ നാഷണൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. കുറച്ച് സെഷനുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്നൊരു പുതിയൊരു പാർട്ടായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ആദ്യം പരിചയപ്പെടുന്നത് ഒരു പ്രീവിയസ് ചോദ്യമാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ച് വായിച്ചിട്ട് വരാം. ഇതിൻ്റെ ആൻസർ നമുക്ക് പിന്നെ അവസാനം പറയാം കേട്ടോ. നോക്കാം. Review the following sentence which are related to Malabar freedom struggle and choose the statement that are true എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അനുസരിച്ച് ഇവിടെ പറയുന്ന അനുസരിച്ച് ഇതാ ഇങ്ങനെയാണ്: റിവ്യൂ ദ ഫോളോയിങ് സെന്റൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു ദ മലബാർ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ചൂസ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ആർ ട്രൂ എന്നാണ്. മലബാർ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് എടുക്കുക, അതിനകത്ത് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് നോക്കുക. The first political meeting in Malabar was held under the leadership of Congress and Home Rule movement in the year 1916. ഇവിടെ പറയുന്ന അനുസരിച്ച് മലബാറിൽ ആദ്യമായിട്ടൊരു പൊളിറ്റിക്കൽ മീറ്റിംഗ് മലബാറിൽ ഉണ്ടാകുന്നത്, അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് കോൺഗ്രസിൻ്റെയും ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായിട്ട് 1916 അടുത്തത് വി വാസുദേവ രാജ വാസ ചെയർമാൻ ഓഫ് റിസപ്ഷൻ കമ്മിറ്റി ഓഫ് ദ മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി വാസുദേവ രാജയാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട്, ഇതിൻ്റെ അധ്യക്ഷ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് റിസപ്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇരിക്കുന്നത്. കെ പി കേശവമേനോൻ പ്രസിഡന്റ് ഓവർ ദ മീറ്റിംഗ്, അതായത് കെ പി കേശവമേനോനാണ് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ ദ സെക്കൻഡ് പൊളിറ്റിക്കൽ മീറ്റിംഗ് ഇൻ മലബാർ വാസ് ഹെൽഡ് അറ്റ് കോഴിക്കോട് ഇൻ ദ ഇയർ 1917. അതായത് രണ്ടാമത്തെ രാഷ്ട്രീയ സമ്മേളനം ഈ മലബാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നത് കോഴിക്കോട് 1917. ഈ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ ഏതാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. 1, 2, 3, 2, 3, 4, 1, 3, 4, 1, 2, 4 ഇങ്ങനെയായിരുന്നു 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. നമുക്കിതിൻ്റെ ആൻസറിലേക്കൊക്കെ വരാം. നമുക്ക് ആദ്യം നമുക്കൊന്ന് കടന്നു പോയിട്ട് വരാം. ഓക്കെ ആണേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. പോയിന്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. നോക്കുക. ഇവിടെ നമ്മൾ പഠിക്കുന്നത് സിവിക് റൈറ്റ്സ് അജിറ്റേഷനെ കുറിച്ചാണ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1909 മുതൽ 1922 വരെയാണ് നമുക്ക് ഈ ഒരു കാലയളവ് വരുന്നത്. 1919, 1922. മക്കളെ, മലയാളത്തിൽ ഈ സിവിക് റൈറ്റ് അജിറ്റേഷനെ നമ്മൾ വിളിക്കുന്നത് ഇങ്ങനെയാണ്: പൗര സമത്വവാദ പ്രക്ഷോഭം. എന്താണ്? പൗരസമത്വവാദ പ്രക്ഷോഭം. 1919 മുതൽ 1922 വരെയുള്ള കാലയളവാണ്. നോക്കുക. The civic rights agitation began with the demand that Eedavas and non-Hindus should be given entry into the revenue department എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സിവിക് റൈറ്റ്സ് അജിറ്റേഷൻ, അതായത് പൗരസമത്വവാദ പ്രക്ഷോഭം began with the demand that. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇത് ആരംഭിച്ചത് എന്ന് പറയാണ്. ഈ പറയുന്ന അനുസരിച്ച് ഈഴവാസ് ആൻഡ് നോൺ ഹിന്ദുസ്, ഈഴവ വിഭാഗത്തിൽപ്പെടുന്നവരും അഹിന്ദുക്കളായിട്ടുള്ള ആളുകളും ഷുഡ് ബി ഗിവൺ എൻട്രി ഇൻ ടു റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്. ഇവർക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് വേണം? പ്രവേശനം വേണം. അപ്പോൾ നമ്മളിവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നോ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനകത്ത് എന്താണെന്നോ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് കാര്യം പറയാൻ പോകുന്നത്. അതായത് ഈ അഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ഹിന്ദു വിഭാഗത്തിൽ പെടാത്ത ആളുകളും ബാക്ക്വേർഡ് കാസ്റ്റിനകത്തുള്ള ആളുകളും, ഈ ആളുകൾക്ക് ഒരു സമയത്ത് ഒരു വിഭാഗം ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശനമില്ല. ആ പ്രവേശനം ഇല്ലാതിരിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനകത്താണ് ദേവസ്വം ഉള്ളത്. ദേവസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു കാലയളവ് നടക്കുന്ന സമയത്തൊന്നും ഈ ക്ഷേത്രപ്രവേശന വിളംബരമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ദേവസ്വം ബോർഡിലേക്ക് പ്രവേശനമില്ല. ദേവസ്വം ബോർഡെന്ന് ദേവസ്വം എന്ന വകുപ്പിലേക്ക് പ്രവേശനമില്ല. ദേവസ്വം ബോർഡെന്ന സമയത്തില്ല, ദേവസ്വം വകുപ്പ്, ആ വകുപ്പിലേക്ക് പ്രവേശനമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിങ്ങനെ പഠിക്കാനുള്ള റീസൺ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സിവിക് റൈറ്റ്സ് അജിറ്റേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നത് നോൺ ഹിന്ദുസിനെയും ഈഴവരെയും നമ്മൾ എന്ത് ചെയ്യാണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു പ്രവേശനത്തിന് വേണ്ടിയിട്ട് അയക്കുന്ന കാര്യത്തിലേക്ക് വരുന്നത്. അടുത്തത്, ക്രിസ്ത്യൻ ഹാഡ് ആൾറെഡി ബീൻ ഗ്രാൻഡഡ് എൻട്രി ഇൻ ടു ദ
said department. To eliminate these opportunities, this then Diwan Shankara Subbayar merged the revenue department with the ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. അതായത് ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് ക്രിസ്ത്യ വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യൻസിന് ഓൾറെഡി ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്തുണ്ട്, അതായത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓൾറെഡി അവർക്ക് പെർമിഷൻ ഉണ്ട്, അവർക്ക് അതിലേക്ക് പോവാം. പക്ഷേ ഈ ഒരു അധികാരം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അവകാശം അവർക്ക് ഉണ്ട്. അതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദിവാൻ്റെ പേര് മറന്നുകൊണ്ട് ശങ്കര സുബ്ബയ്യർ, നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഈഴവ മെമ്മോറിയൽ പഠിച്ചപ്പോഴത്തേക്ക് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശങ്കര സുബ്ബയ്യർ, ഈ ശങ്കര സുബ്ബയ്യർ എന്ത് ചെയ്തു, മെർജ് ചെയ്ത് എന്തിനെയാണ്, ദേവസ്വത്തിനെയും അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ എന്ത് ചെയ്തു, മെർജ് ചെയ്യുകയാണ് ചെയ്തത്. മക്കളെ ഇത്രയും മാത്രം മനസ്സിൽ ഓർമ്മിച്ചിരിക്കുക. എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വേറെയായിരുന്നു, ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് വേറെയായിരുന്നു. ഈ രണ്ട് വകുപ്പുകളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ശങ്കര സുബ്ബയ്യരാണ്. കാരണം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ജോലി ചെയ്യായിരുന്നു. അവരെ ഒഴിവാക്കാൻ വേണ്ടി ശങ്കര സുബ്ബയ്യർ രണ്ടും കൂടെ ചേർത്ത് ഒന്നാക്കിയിട്ട് എന്താക്കി മാറ്റി, അതിനെ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂവും ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവസ്വം ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റി. അപ്പോൾ ആ ഹിന്ദുക്കൾക്കാർക്കും ജോലി കൊടുക്കണ്ടല്ലോ, അവർണ ഹിന്ദുക്കളെ അതിനകത്തേക്ക് കയറ്റണ്ടല്ലോ എന്നാണ് ശങ്കര സുബ്ബയ്യർ അന്ന് കരുതിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണ്. നോക്കുക, ദ സിവിക് റൈറ്റ്സ് അജിറ്റേഷൻ വാസ് ദ പ്രൊട്ടസ്റ്റ് ദാറ്റ് എറോസ് അഗെയിൻസ്റ്റ് ദിസ് ഇൻജസ്റ്റിസ് എന്നാണ് ഈ പറയുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായിട്ട് വാദിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും അതിലൂടെ മാറ്റം ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് സിവിക് റൈറ്റ് അജിറ്റേഷൻ എന്ത് ചെയ്തത്, ആരംഭിക്കുന്നത്. മക്കളെ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. നോക്ക്, സിവിക് റൈറ്റ് അജിറ്റേഷൻ എന്താണ്, ഏത് കാലയളവാണെന്നറിയാം, അത് എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചു എന്നുള്ളത് അറിയാം, അതിനെ ഇങ്ങനെ മെർജ് ചെയ്തത് ശങ്കര സുബ്ബയ്യരാണെന്നറിയാം. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനാണ് ഇത് തുടങ്ങുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. നോക്കുക, ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ ട്രാവൻകൂർ എന്ന് പറയാണ്. ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ ട്രാവൻകൂർ. അപ്പോൾ ഇത് എവിടെയാണ് നടന്നതെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ട്രാവൻകൂറിലാണ് നടക്കുന്നത്. ഓക്കെയാണ്. അടുത്ത് നോക്കുക, ഇത് നടക്കുന്ന പീരീഡ് നോക്കുക, 1999 മുതൽ 1922 വരെയാണ്, 1919 1922. അടുത്ത് നോക്കുക, ഡിമാൻഡാണ്. ഡിമാൻഡ് മറന്നുകൊണ്ട് എൻട്രി ഫോർ ഈഴവാസ് ആൻഡ് നോൺ ഹിന്ദുസ് ഇൻ ടു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. എൻട്രി ഫോർ ഈഴവാസ് ആൻഡ് നോൺ ഹിന്ദുസ്. അപ്പം നോക്കുക, എൻട്രി ഫോർ ഈഴവാസ് ആൻഡ് നോൺ ഹിന്ദുസ് ഇൻ ടു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, കണ്ടന്റ് മനസ്സിലായല്ലോ. അതായത് ഈ പറയുന്ന നോൺ ഹിന്ദുസിനെയും ഈഴവാസിനെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അടുത്തത് കോണ്ടെക്സ്റ്റ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഔട്ട് ഓഫ് 396 for jobs, only 147 were held by avarnas, lower caste and non-Hindus എന്നാണ് ഇവിടെ പറയുന്നത്. 3964 ആകെ പോസ്റ്റുകൾ, ജോബുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 147 പേര് മാത്രമാണ് അവർണരായിട്ട് അല്ലെങ്കിൽ നോൺ ഹിന്ദുസ് ആയിട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കോൺസെപ്റ്റ് ബോട്ട് ബൈ TK മാധവനാണ്. അതായത് ഈ പൗരസമത്വവാദ പ്രക്ഷോഭം എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ആളിൻ്റെ പേരാണ് TK മാധവൻ. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്, ട്രാവൻകൂറിലാണ്. പീരീഡ് പറഞ്ഞ് 1919 22. ഡിമാൻഡ് എന്താണെന്നറിയാം, ഈഴവരെയും മറ്റ് അഹിന്ദുക്കളെയും എന്ത് ചെയ്യുക, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റുക. ഇപ്പോൾ ഉള്ള കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ 3964 ജോബുണ്ട്, അതിൽ 147 പേര് മാത്രമാണ് അവർണർ അല്ലെങ്കിൽ നോൺ ഹിന്ദുസ് ആയിട്ടുള്ളത്. ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ നേതാവായിട്ട് നമ്മൾ പറയുന്നത് TK മാധവനെയാണ്. നെക്സ്റ്റ് ഫസ്റ്റ് ആർട്ടിക്കിളാണ് നമ്മൾ ക്ലാസ്സിൽ പറയാൻ പോണത്, ശ്രദ്ധിക്കുക. ഫസ്റ്റ് ആർട്ടിക്കിൾ TK മാധവനാണ് ഇതുമായി ബന്ധപ്പെട്ട് 1918 എഴുതുന്നത്. അത് എഴുതുന്നത് മനോരമയിലും ദേശാഭിമാനിയിലുമാണ്. ശ്രദ്ധിക്കുക, ഈ ദേശാഭിമാനി നമ്മൾ ഇന്ന് കാണുന്ന ദേശാഭിമാനിയല്ല, ഇത് പഴയ ദേശാഭിമാനി പത്രത്തിനെ കുറിച്ചാണ്. ഇത് മനോരമയിലും ദേശാഭിമാനിയിലും ആദ്യമായിട്ട് ആർട്ടിക്കിളായിട്ട് എഴുതുന്നത് TK മാധവനാണ്. ഇനി ആ TK മാധവൻ എന്തിനാണത് എഴുതിയത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തിനാണ് പൗരസമത്വവാദത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഗോൾ എന്താണെന്ന് നോക്കുകയാണ്, ടു അച്ചീവ് ഇക്വാലിറ്റി ഫോർ പീപ്പിൾ ഓഫ് ആൾ കാസ്റ്റസ് വിത്തൗട്ട് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്നാണ്.
ഇവിടെ ഒരു ഇക്വാലിറ്റി, അതായത് എല്ലാവർക്കും ഒരു സമത്വം നേടിക്കൊടുക്കുക, അത് ഒരു രീതിയിലുള്ള ജാതി വിവേചനത്തിൻ്റെ ഭാഗമല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊരു ഇക്വാലിറ്റി നേടിക്കൊടുക്കുക. അതിലൂടെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഈ ഒരു പൗരസമത്വ പ്രക്ഷോഭം നടത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു അവകാശ സംരക്ഷണമാണ് ഇവിടെ നടക്കുന്നത്. അടുത്തൊരു ഓർഗനൈസേഷൻ ദാറ്റ് ഗേവ് ലീഡർഷിപ്പ് എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ ദാറ്റ് ഗേവ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നോക്കുക, ഇത് ഒരു സംഘടനയുടെ ഭാഗമായിട്ടിരിക്കുകയാണ്. അതാണ് ഒരു നേതൃനിരയെ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സിവിക് റൈറ്റ്സ് കമ്മിറ്റി ഉണ്ടാവുകയാണ്. സിവിക് റൈറ്റ്സ് കമ്മിറ്റി ഉണ്ടാവുന്നത് 1919 ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് പൗരസമത്വവാദ സമിതി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പൗരസമത്വാദ പ്രക്ഷോഭം നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പൗരസമത്വാദ സമിതിയാണ് എന്ന് ഓർമ്മിക്കുക. ഇത് ആദ്യമായിട്ട് ഒരു ആർട്ടിക്കിളായിട്ട് 1918 ഓൾറെഡി TK മാധവൻ എഴുതുന്നുണ്ട്. 1919 ഈ ഒരു സമിതി ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ടൈറ്റിലിൽ പൗരസമത്വാദ പ്രക്ഷോഭം 1919 മുതൽ 22 വരെയാണ് നമ്മൾ ടൈറ്റിൽ വെക്കുന്നത്. കാരണം കണ്ടോ, ഇവിടെ 18 ആർട്ടിക്കിൾ വന്നു, 19 കമ്മിറ്റി ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് മെയിൻ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് പറയാൻ പോവാണ്. നോക്കുക, TK മാധവൻ, EJ ജോൺ, NV ജോസഫ്. ഒന്നുകൂടെ പറയാണ്, TK മാധവൻ, EJ ജോസഫ്, EJ ജോൺ, NV ജോസഫ്. അപ്പോൾ ട്രാവൻകൂർ റൂളർ ഈ സമയത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഭരണ കാലഘട്ടം വരുന്നത് 1885 മുതൽ 1924 വരെയുള്ള ഒരു ഭരണകാലഘട്ടം കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. 1885 1924 ഇതാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം. അപ്പോൾ ഓഫ് കോഴ്സ് ആരുടെ സമയമായിരിക്കും, ഇദ്ദേഹത്തിൻ്റെ സമയം. അപ്പോൾ ട്രാവൻകൂറിലെ ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോളണം, M കൃഷ്ണൻ നായരും അതുപോലെ തന്നെ ആരാണ്, T രാഘവയ്യയുമാണ് കേട്ടോ. T രാഘവയ്യാണ്. അപ്പോൾ ഈ കാലയളവിൽ ആരൊക്കെയാണ് തിരുവിതാംകൂറിലെ ദിവാനെന്ന് ചോദിച്ചാൽ M കൃഷ്ണൻ നായരും T രാഘവയ്യയുമാണ്. ഓൾറെഡി ശങ്കര സുബ്ബയ്യരുടെ പോയിന്റ് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിയാണ്, അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ തിരുവിതാംകൂറിനെയും തിരുവിതാംകൂറിലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെയും ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിനെയും മെർജ് ചെയ്യുന്ന ശങ്കര സുബ്ബയ്യരാണ്. എന്നാൽ ഈ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് M കൃഷ്ണൻ നായരും T രാഘവയ്യയുമാണ് തിരുവിതാംകൂറിലെ ദിവാൻമാരെന്ന് അറിഞ്ഞിരിക്കുക. ഇനി എന്താണ് റിസൾട്ട് എന്നുള്ളതാണ് പറയുന്നത്. റിസൾട്ട് നോക്കുക. ഇൻ 1922 എ റോയൽ പ്രൊക്ലമേഷൻ പ്രൊവൈഡിംഗ് ഫോർ ദ ബൈഫർക്കേഷൻ ഓഫ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വാസ് ഇഷ്യൂഡ് ബൈ ശ്രീമൂലം തിരുനാൾ. അതായത് 1922 ഒരു വലിയൊരു വിളംബരം ആര് പുറപ്പെടുവിക്കുന്നു, ഇവിടെ ആ ശ്രീമൂലം തിരുനാൾ പുറപ്പെടുവിക്കുന്നു. ആ ശ്രീമൂലം തിരുനാൾ പുറപ്പെടുവിക്കുന്ന വലിയ ഒരു തീരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാൻഡ് ആൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ എന്ത് ചെയ്യാൻ പോവാണ്, വിഭജിക്കാൻ പോവാണ്, ബൈഫർക്കേറ്റ് ചെയ്യാൻ പോവാണ് ആര്, ശ്രീമൂലം തിരുനാൾ. അപ്പോൾ ശ്രീമൂലം തിരുനാൾ അങ്ങനെ ഒരു മികച്ചൊരു തീരുമാനം എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അത് പുതിയ 2 ഡിപ്പാർട്ട്മെന്റുകളാക്കാൻ പോവാണ്. 2 ന്യൂ ഡിപ്പാർട്ട്മെന്റ്സ് കെയിം ഇൻ ടു വേക്ക് വിസ് റവന്യൂ ദേവസ്വംസ്. അപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ച് 2 ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നു. റവന്യൂ എന്ന ഡിപ്പാർട്ട്മെന്റും ആക്കുന്നു, ദേവസ്വം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റും ആക്കുകയാണ്. ഓൾറെഡി ഇത് 2 ഇത് പിന്നീട്, അതായത് ശങ്കര സുബ്ബയ്യരാണ് ഒരുമിച്ചാക്കിയത്. പിന്നീട് പ്രക്ഷോഭം ഉണ്ടായി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, 2 മാറ്റുന്നത്. റവന്യൂ ഒന്നും ദേവസ്വം ഒന്നും 2 മാറ്റുന്നു. അത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ജനങ്ങളോട് കാര്യമായിട്ട് സംസാരിച്ച ഒന്നായിരുന്നു ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേര്. AK പിള്ളയുടെ ന്യൂസ് പേപ്പറാണ് ഇത്. സ്വരാട്ട് എന്നാണ് ഈ ന്യൂസ് പേപ്പറിൻ്റെ പേര്. സ്വരാട്ട് എന്നുള്ള പേര് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, സ്വരാജ് എന്ന് വേണമെങ്കിലും പറയാം. സ്വരാട്ടെന്നും സ്വരാജ് എന്നും പറയുന്നു. അപ്പോൾ ഇത് ആരുടെ പത്രമാണെന്ന് ചോദിച്ചാൽ AK പിള്ളയുടെ പത്രമാണ്. അത് പ്രധാനമായിട്ടും അത് ശ്രദ്ധ നേടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കണ്ടന്റ് എത്തിച്ചിട്ടുള്ളത് ഏത് പ്രക്ഷോഭമായിട്ടാണ്, പൗരസമത്വാദ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഇത് ഒന്നും കൂടെ നമ്മൾ ഓടിച്ച് നോക്കാൻ പോവാണ്. എന്താണ് പൗരസമത്വവാദ പ്രക്ഷോഭം എന്നാണ് പറയാൻ പോണത്. ഓക്കെ ആണല്ലോ. പൗരസമത്വവാദ പ്രക്ഷോഭം ഉണ്ടായ വർഷം പറഞ്ഞ 1919 മുതൽ 22 വരെയാണ്. നിങ്ങൾക്കറിയാം, ശങ്കര സുബ്ബയ്യരുടെ കാലത്ത് ഈ പറയുന്ന ക്രിസ്തു വിഭാഗത്തിലുള്ള ആളുകൾക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജോലി കൊടുത്തിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു,
ഈ പറയുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവന്ന് ലയിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈഴവ വിഭാഗത്തിലുള്ളവർക്കും മറ്റ് നോൺ ഹിന്ദു, അതായത് അഹിന്ദുക്കളായിട്ടുള്ളവർക്കും അവർണ ഹിന്ദുക്കളായിട്ടുള്ളവർക്കും ഇതിനകത്തേക്ക് പ്രവേശനം ലഭിക്കുമായിരുന്നില്ല. അതിനെതിരെ ശക്തമായി പോരാടുന്ന ഒരു സമരമായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭം. അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് കാലഘട്ടം പറഞ്ഞിരുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. ആകെ 3964 ജോലികളിൽ ആകെ 147 മാത്രമാണ് അവർണർക്കും അഹിന്ദുക്കൾക്കും കിട്ടിയിരുന്നത്. ടി.കെ. മാധവനാണ് ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട ഏത് വ്യക്തി എന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ക്ലാസ്സിൽ ഓരോ കണ്ടൻ്റായിട്ട് പറഞ്ഞത്. ഫസ്റ്റ് ആർട്ടിക്കിളിനെ കുറിച്ച്, ഗോളിനെ കുറിച്ച് പറഞ്ഞു, ഓർഗനൈസേഷനിൽ ഉള്ള പ്രധാനപ്പെട്ട ലീഡർഷിപ്പിനകത്തുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ടി.കെ. മാധവൻ, ഇ.ജെ. ജോൺ, N.വി. ജോസഫ്, ശ്രീമൂലം തിരുനാളാണ് ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ദിവാൻമാർ 2 പേരെയും കൃഷ്ണൻ നായരും ടി. രാഘവയെ ഉണ്ടായിരുന്നു. പിന്നീട് രാജാവ് 1922 ഒരു വിളംബരം പുറപ്പെടുവിച്ച് രണ്ടും രണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ദേവസ്വമാക്കി മാറ്റുന്നു, ഒന്ന് റവന്യൂ ആക്കി മാറ്റുന്നു. സ്വരാജ് എന്ന പത്രത്തിനെ അല്ലെങ്കിൽ സ്വരാജ് എന്ന പത്രത്തിനെ കുറിച്ച് ക്ലാസ്സിൽ പറഞ്ഞു. A.K. പിള്ളയുടെ പേപ്പറാണ് എന്നുള്ളതും ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോണത്. ഓക്കെ അല്ലേ? ക്ലാസ്സിലേക്ക് പോവാം. കണ്ടന്റ് വരും, ഉറപ്പായിട്ടും ക്ലാസ്സിൽ പോയിന്റ് വരും. ഓക്കെ, അപ്പം നമുക്ക് നോക്കിയിട്ട് വരാമല്ലോ. നോക്കിക്കേ. The Khilafat movement began as protest by Indian Muslims against the action of the British government in destroying the Turkish Empire and denying the spiritual leadership of Sultan of Turkey as Caliph എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ പറയുന്ന മെയിൻ കണ്ടന്റ് ആദ്യം നമുക്കൊരു റഫ് ഐഡിയ ഉണ്ടാകാം. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടായി. ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവുന്നത് 1914 മുതൽ 18 വരെയുള്ള കാലയളവാണ്. ആ കാലയളവിൽ 2 ലോകരാജ്യങ്ങൾ 2 ചേരികളായി മാറി നടത്തിയ യുദ്ധത്തിന് വിളിക്കുന്ന ആ മഹായുദ്ധമാണ് ഫസ്റ്റ് വേൾഡ് വാർ അല്ലെങ്കിൽ 1-ാം ലോക മഹായുദ്ധം. ആ മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഉൾപ്പെടുന്ന ചേരി ഓപ്പോസിറ്റ് നിൽക്കുന്ന ചേരിയുടെ ഭാഗമായിട്ടുള്ള തുർക്കി. അപ്പോൾ ബ്രിട്ടൻ ഒരു ചേരിയാണ്, തുർക്കി അടുത്ത ചേരിയാണ്. ഈ ചേരിയെ തമ്മിലടിക്കുന്നു. ആ സാഹചര്യത്തിൽ തുർക്കിയെ എന്ത് ചെയ്തു? അന്ന് ബ്രിട്ടൻ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല, തുർക്കിയുടെ ഭരണാധികാരിയായിരുന്ന ലോകം മുഴുവനുള്ള ഇസ്ലാം മത വിശ്വാസികൾക്ക് ദൈവതുല്യനായ പ്രതിപുരുഷനായിരുന്ന ഖലീഫയെ അതായത് തുർക്കിയുടെ ഭാഗമായിരുന്ന ഖലീഫയെ ബ്രിട്ടൻ അപമാനിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളുടെ വേൾഡ് ഹിസ്റ്ററിയിൽ അത് കേൾക്കും. എങ്കിലും ഞാനത് ഇപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടനെതിരെ വികാരമായിട്ടുണ്ടായി. ആ വികാരം ഇന്ത്യയിൽ കുറച്ച് അധികമായിരുന്നു. കാരണം ഒന്ന്, ബ്രിട്ടനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്ന ജനങ്ങൾ, അവരാണ് ഇങ്ങനൊരു കാര്യം കൂടി ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തം ഇന്ത്യയിൽ ഒരു വലിയ പ്രതിഷേധം അലയടിക്കുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുന്ന പ്രസ്ഥാനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് was begun as a protest by Indian Muslims against the action of British government in destroying Turkish Empire and denying spiritual leadership of Sultan in Turkey as Caliph, അതായത് തുർക്കി as Caliph എന്നാണ് ഇവിടെ പറഞ്ഞ. ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് എതിരെ ഉണ്ടായിരുന്ന വിരോധം, ആ വിരോധം ഉണ്ടാകാൻ കാരണം തുർക്കിയിലെ സുൽത്താനായിരുന്ന ഖലീഫയോട് കാണിച്ചിട്ടുള്ള ഒരു ദ്രോഹമാണ്, ഉപദ്രവമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ദ അലി ബ്രദേഴ്സ് മൗലാന മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി അലോങ് വിത്ത് മൗലാന അബ്ദുൽ കലാം ആസാദ് ടേൺഡ് ഇൻ ടു എ മാസ് മൂവ്മെൻറ്റ് ഓഫ് മുസ്ലിംസ്. അതായത് മുസ്ലിംസുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മുന്നേറ്റം നടത്താൻ ആർക്ക് സാധിച്ചു? ഒന്ന്, അലി ബ്രദേഴ്സിന് സാധിച്ചു. ആ അലി ബ്രദേഴ്സ് ഒന്നാമത്തെ ആളിൻ്റെ പേര് മൗലാന മുഹമ്മദ് അലി എന്നും രണ്ടാമത്തെ
ആളിൻ്റെ പേര് മൗലാന ഷൗക്കത്ത് അലി എന്നാണ് രണ്ടാമത്തെ ആളിൻ്റെ പേര്. അതിനോടൊപ്പം ചേർന്ന് വരുന്ന മറ്റൊരാളാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കി ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയൊരു പ്രസ്ഥാനമായി മുന്നേറ്റമായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ സാധിച്ചു. ഇതാണ് നമ്മൾ പഠിക്കുന്ന ഖിലാഫത്ത് മൂവ്മെന്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആരൊക്കെ ഇതിനകത്തുള്ളത്? അലി സഹോദരന്മാർ. അവരുടെ പേരെന്താ? മൗലാന മുഹമ്മദ് അലി, രണ്ടാമത്തെ ആളിൻ്റെ പേര് മൗലാന ഷൗക്കത്ത് അലി, വേറൊരാളൂടെ ഉണ്ടായിരുന്നല്ലോ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവരെല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മലബാർ കോൺഗ്രസ് എന്നുള്ളതാണ്. മലബാർ കോൺഗ്രസ് എന്താണെന്ന് പറയാലോ. അപ്പോൾ നോക്കുക, the political conferences in Malabar served as a vital platform for raising public grievances and spreading national consciousness among the people during early 20th century. ഇവിടെ പറയുന്നുണ്ട്, the political conferences in Malabar served as a vital platform for raising public grievances and spreading national consciousness among the people during the early 20th century എന്നാണ്. 20ാം നൂറ്റാണ്ട് വരുന്ന കാലയളവിൽ മലബാറിലെ പൊളിറ്റിക്കൽ കോൺഫറൻസ്, മലബാറിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ, ആ രാഷ്ട്രീയ സമ്മേളനങ്ങൾ അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ കാര്യമായ രീതിയിൽ അവരിലേക്ക് പരാതികൾ ഉന്നയിക്കാനും അതുപോലെ അവർക്ക് ദേശീയബോധം എന്ത് ചെയ്യാൻ വളർത്താനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോയിന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, മലബാറിൽ രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടക്കുന്നു. ആ സമ്മേളനത്തിൽ വന്ന് ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ പരാതികൾ ഉന്നയിക്കാം, അവർക്ക് ദേശീയബോധം വളർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മലബാറിലുള്ള രാഷ്ട്രീയ സമ്മേളനങ്ങൾ 20ാം നൂറ്റാണ്ടിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, organized primarily under the leadership of the Indian National Congress and the Home Rule League, this annual gathering marked the shift from the moderate constitutional request to a more radical demand for self-rule. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ പറയുന്ന അനുസരിച്ച് ഓർഗനൈസ്ഡ് പ്രൈമർലി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞാൽ ഈ സമ്മേളനങ്ങളെല്ലാം ആദ്യകാലത്ത് ആരാണ് നേതൃത്വം കൊടുത്തിരുന്നത് സമ്മേളനങ്ങൾക്കെന്ന് ചോദിച്ചാൽ, ഒന്ന് INC ആണ്, മറ്റൊന്ന് ഹോം റൂൾ ലീഗാണ്. ഹോം റൂൾ പ്രസ്ഥാനം. ഒന്ന് ഇന്റർനാഷണൽ കോൺഗ്രസ്, മറ്റൊന്ന് ഹോം റൂൾ പ്രസ്ഥാനങ്ങളുമാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. This annual gathering marked the shift from moderate constitutional request to a more radical demand for self-rule. അതായത് ഇതുവരെയുള്ള ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാർഷിക സമ്മേളനങ്ങളിൽ ഇവരെല്ലാം പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഒരു ഭരണഘടന വേണമെന്നായിരുന്നു. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം, ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവർക്ക് ആവശ്യമായിട്ടുള്ളത് റാഡിക്കലായിട്ടുള്ള ഒരു സെൽഫ് റൂളാണ്. സെൽഫ് റൂൾ എന്ന് പറഞ്ഞാൽ സ്വയം ഭരണ അവകാശമാണ് ഇതിലൂടെ ഈ മലബാറിലെ ജനങ്ങൾ മുമ്പിലേക്ക് വെച്ചത്. അപ്പോൾ ആദ്യമായിട്ട് നടക്കുന്ന രാഷ്ട്രീയ വേദികളിലെല്ലാം മലബാറിലെ ജനങ്ങൾ പങ്കെടുത്ത് സംശയങ്ങളും ദേശീയബോധവും കാര്യമായി വളർത്തി. ഈ ദേശീയബോധവും മറ്റ് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, INC ആണെങ്കിലും ഹോം റൂൾ പ്രസ്ഥാനമാണെങ്കിലും ഈ രണ്ട് പ്രസ്ഥാനങ്ങളാണെങ്കിലും നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്ന അനുസരിച്ച് ഇവരുടെ ആനുവൽ മീറ്റിങ്ങുകളിലാണ് പ്രധാനമായിട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ശരിക്കും വേണ്ടത് സ്വയംഭരണ അവകാശമാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇനി നോക്കുക, ഏർലി ഡിസ്ട്രിക്റ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസസ് എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അതായത് ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ള ജില്ലാ തലത്തിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ കോൺഫറൻസിനെ കുറിച്ചാണ്. ഇത് 1916 മുതൽ 19 വരെയുള്ള കാലയളവിലാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദ ട്രഡീഷൻ ഓഫ് ഹോൾഡിംഗ് ആനുവൽ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഇൻ മലബാർ ബിഗാൻ ഇൻ 1916 എന്ന് പറയാണ്. അതായത് ഒരു പുതിയ തരത്തിൽ ഒരു വാർഷിക തരത്തിലുള്ള പൊളിറ്റിക്കൽ കോൺഫറൻസ് മലബാറിൽ തുടങ്ങുന്നത് 1916
These early meetings were characterized by a mix of loyalty to the British Crown and emerging demand for local representation and education എന്ന് ഇവിടെ പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യകാലത്തുണ്ടായിരുന്ന ഈ മീറ്റിങ്ങുകൾ അതിനുണ്ടായിരുന്ന സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മിക്സ് ഓഫ് ലോയൽറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. അതായത് മിക്സ് ഓഫ് ലോയൽറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കിരീടത്തിനോടുള്ള ഒരു ഒരു അനുകൂലമായിട്ടുള്ള നിലപാട്, ഒരു ലോയൽ ആയിരിക്കുന്ന, അവരോട് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നു. ആൻഡ് ദ എമർജിങ് ഡിമാൻഡ് ഓഫ് ലോക്കൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. അത് മാത്രമല്ല, അവർക്ക് ആവശ്യം ഉണ്ടായിരുന്ന ഒരു ലോക്കലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അതിലേക്ക് വേണം. അതായത് തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുക, അവർക്ക് അതിനകത്തേക്കുള്ള ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക. ഇതുകൂടി ഏതിനകത്തുണ്ടായിരുന്നു? ഏർലി ഡിസ്ട്രിക്റ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ ഓരോ കണ്ടൻ്റായിട്ട് ഓരോന്നായിട്ട് പരിശോധിക്കാൻ പോവാണ്. 1916 പാലക്കാട്. ദ ഫസ്റ്റ് കോൺഫറൻസ് വാസ് presided over by Dr. Annie Besant, a landmark resolution demanding home rule for the India was presented by KP Kesava Menon. ദാ ഇവിടെ നോക്കുക, 1916 പാലക്കാട്. ദ ഫസ്റ്റ് കോൺഫറൻസ് വാസ് പ്രസൈഡഡ് ഓവർ ബൈ ഡോക്ടർ ആനി ബസന്റ് എന്നാണ്. അതായത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നത്, ആ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ ആനി ബസന്റ് ആണ് എന്നുള്ളത് പറയുന്നു. എ ലാൻഡ്മാർക്ക് റെസല്യൂഷൻ ഡിമാൻഡിങ് ഹോം റൂൾ. എ ലാൻഡ്മാർക്ക് റെസല്യൂഷൻ, ഇതാണ് പ്രമേയം. ഈ പ്രമേയം ഡിമാൻഡിങ് ഹോം റൂൾ. ഹോം റൂൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്വയം ഭരണം. ഏതാണ്? സ്വയം ഭരണം. അപ്പൊ സ്വയം ഭരണം എന്നുള്ളൊരു ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു സമ്മേളനം ഉണ്ടായിരിക്കുന്നത്. ആ സമ്മേളനം ഈ പറയുന്നത് ഫോർ ഇന്ത്യ വാസ് പ്രസന്റഡ് ബൈ KP കേശവ മേനോൻ എന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് 1916 പാലക്കാടിൽ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത ആര് വഹിച്ചു? ഡോക്ടർ ആനി ബസന്റ് വഹിച്ചു. ആ ഒരു പ്രമേയം, അതായത് ഹോം റൂൾ എന്ന് പറയുന്ന സ്വയംഭരണം എന്ന പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ആരാണ്? KP കേശവ മേനോനാണെന്ന് ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ഇവിടെ നോക്കാം. ഇൻ 1917 കോഴിക്കോട്, presided over by CP രാമസ്വാമി അയ്യർ. This conference argued people to contribute liberally to the war fund, while Annie Besant delivered a special lecture on the awakening of the people in Asia. നോക്കുക, ഇവിടെ പറയുന്ന അനുസരിച്ച് 1917 കോഴിക്കോട് വെച്ചൊരു സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സർ CP രാമസ്വാമി അയ്യരാണ്. നമ്മൾ ഈ ട്രാവൻകൂർ ഹിസ്റ്ററിയിലൊക്കെ പഠിക്കുന്ന സർ CP ഉണ്ടല്ലോ, ആ സർ CP ആണ് ഇവിടെ വന്നിട്ടുള്ള ഇതിൻ്റെ അധ്യക്ഷൻ. This conference argued people to contribute liberally to the war fund എന്നുള്ളതാണ്. അതായത് വാർ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന യുദ്ധത്തിലേക്കുള്ള, കലാപത്തിലേക്കുള്ള എന്ത് കൊടുക്കുക? ഫണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? കൊടുക്കുക, ഫണ്ട് കൊടുക്കുക എന്ന് സർ CP ആഹ്വാനം ചെയ്തു. ആ സമയത്ത് ആനി ബസന്റ് എന്ത് ചെയ്തു? ആനി ബസന്റ് ഡെലിവേർഡ് എ സ്പെഷ്യൽ ലെക്ചർ ഓൺ ദ അവേക്കനിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ഏഷ്യ എന്നാണ്. അവേക്കനിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ഏഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ ജനങ്ങളുടെ ഉണർവ് എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് 1916 കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. 17 കോഴിക്കോട് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. സർ CP ആയിരുന്നു അധ്യക്ഷൻ. വാർ ഫണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഭാവന നൽകാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ആ സമയത്ത് ഇദ്ദേഹം ഒരു ലെക്ചർ കൊടുത്തു. ആ ലെക്ചറാണ് ദ അവേക്കനിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ഏഷ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ജനങ്ങളുടെ ഉണർവ് എന്നാണ് ഈ പറയുന്നത്. അതനുസരിച്ച് നമ്മൾ അടുത്ത് പഠിക്കുന്ന 1918 തലശ്ശേരിയിലെ കാര്യമാണ് പഠിക്കുന്നത്. തലശ്ശേരിയുടെ കാര്യം പഠിക്കുന്ന ദിസ് സെഷൻ വാസ് പ്രസൈഡഡ് ഓവർ ബൈ മിർ ആസിം അലി ഖാൻ ആണ്. മിർ ആസിം അലി ഖാൻ ആരാണെന്ന് ചോദിച്ചാൽ എ ലാൻഡ് ലോഡ് ഫ്രം ബഗനപ്പള്ളി എന്നാണ്. അതായത് 1918 തലശ്ശേരിയിൽ ഉണ്ടായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ച ആളിന്റെ പേര് മിർ ആസിം അലി എന്നാണ്. പറഞ്ഞോ, മിർ ആസിം അലി എന്നാണ്. മിർ ആസിം അലി ഖാൻ എന്ന് നമ്മൾ ചേർത്ത് പറയാ. ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ബഗനപ്പള്ളിയിലുള്ള ഒരു ഭൂ ഉടമയാണ് എന്നുള്ളതും പറയുന്നു.
അടുത്തത് നെക്സ്റ്റ് 99 അതെവിടെയാണ്? അത് വടകരയിലാണ്. പ്രസീഡഡ് ഓവർ ബൈ KP രാമൻ മേനോൻ. ആരാണ്? KP രാമൻ മേനോനാണ്. അപ്പൊ KP രാമൻ മേനോൻ. ദ കോൺഫറൻസ് കണ്ടിന്യൂഡ് ടു എക്സ്പ്രസ് ലോയൽറ്റി ടു ദ ബ്രിട്ടീഷ് കിങ് ബട്ട് ആൾസോ ഡിമാൻഡഡ് ബെറ്റർ റെപ്രസെന്റേഷൻ ഓൺ ദ ലെജിസ്ലേറ്റർ ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നാണ്. അപ്പോൾ 1919 വടകരയിൽ ഉണ്ടായ ഈ സമ്മേളനത്തിൽ അതിന് അധ്യക്ഷത വഹിച്ചത് KP രാമൻ മേനോനാണ്. മാറിപ്പോവരുത്, KP കേശവമേനോൻ അല്ല, KP രാമൻ മേനോനാണ്. ദ കോൺഫറൻസ് കണ്ടിന്യൂഡ് ടു എക്സ്പ്രസ് ലോയൽറ്റി ടു ദ ബ്രിട്ടീഷ് കിങ്. അതായത് ഇവിടെ പറയുന്ന അനുസരിച്ച് ഇവിടെ ഈ പറയുന്ന രാജാവിനോട്, അതായത് ബ്രിട്ടീഷ് കിങ്ങിനോട്, രാജാവിനോട് ലോയൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ അവരോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. ബട്ട് അതേപോലെ ഡിമാൻഡഡ് ബെറ്റർ റെപ്രസെൻറ്റേഷൻ ഇൻ ദ ലെജിസ്ലേച്ചർ ആൻഡ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നാണ്. ഈ പറയുന്ന അനുസരിച്ച് മലബാറിൽ രാജാവിനോട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ ലെജിസ്ലേറ്ററിൽ എന്ന് പറയുമ്പോൾ നിയമപരമായിട്ടുള്ളതിലും അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് തദ്ദേശ അധികാരത്തിലും അവർക്ക് കൂടുതൽ എന്ത് വേണം? പ്രാതിനിധ്യം അവർക്ക് വേണം. ബെറ്റർ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ അവർക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ അടുത്ത് കേൾക്കുന്നത്. ഇനി അടുത്ത് കേൾക്കുക. ഇവിടെ നമ്മൾ ഒന്നും കൂടെ ഇതെല്ലാം പറയാണ്. 1916 പാലക്കാട് എന്താണെന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 17 കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട്. 18 തലശ്ശേരിയുടെ കാര്യവും 19 വടകരയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. വ്യക്തികളെ നോക്കുക. 16 ആനി ബസന്റ് അധ്യക്ഷത വഹിച്ചു. 17 സർ CP രാമസ്വാമി അയ്യരാണ്. 18 മിർ ആസിം അലി ഖാനാണ്. 19 ആരാണ്? KP രാമൻ മേനോനാണ്. മറന്നുപോലല്ലോ. ഇനി നമ്മൾ അടുത്ത കണ്ടന്റായിട്ട് പറഞ്ഞ ദ അവേക്കനിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ഏഷ്യ എന്നുള്ള സ്പെഷ്യൽ ലെക്ചർ എടുത്തത് ആരാണ്? ആനി ബസന്റ് ആണ് എന്നുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സ്വയംഭരണം എന്നുള്ളൊരു ടേം ആണെങ്കിൽ അതാരാണ്? പാലക്കാടാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. അടുത്തത് രാജാവിനോട് ലോയലാണ്, അനുകൂലമായ നിലപാടാണ്, രാജാവിനോട് ഇവർക്ക് സ്നേഹമാണ്. പക്ഷേ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കും ലെജിസ്ലേറ്ററിലേക്കും കുറേ കൂടെ റെപ്രസെൻറ്റേഷൻ ആർക്ക് ആവശ്യമുണ്ട്? 1919 വടകരയിലെ സെഷനിൽ ഇവർക്ക് ആവശ്യമുണ്ടെന്ന് നമ്മൾ പറയാണ്. അടുത്ത് കേൾക്കുക. ദ 1920 മഞ്ചേരി കോൺഫറൻസ് എ ടേണിംഗ് പോയിന്റ് എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ടല്ലോ, അതുപോലൊരു സംഭവം ഉണ്ടാകുന്നത് 1920 മഞ്ചേരിയിലുണ്ടായ സമ്മേളനത്തിലാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത് പറയുന്നത് ദ 5th മലബാർ ഡിസ്ട്രിക്ട് കോൺഫറൻസ് പൊളിറ്റിക്കൽ കോൺഫറൻസ് held at Mancheri on April 28, 1920 is considered a milestone in the history of the national movement in Kerala, presided over Kasturi Renga Iyengar, the editor of the Hindu. It was attended by over 1300 delegates എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് മഞ്ചേരി കോൺഫറൻസ് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അതിലേക്ക് നയിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ദ ഫിഫ്ത്ത് മലബാർ ഡിസ്ട്രിക്ട് പൊളിറ്റിക്കൽ കോൺഫറൻസ്, 5ാമത്തെ ജില്ലാ പൊളിറ്റിക്കൽ കോൺഫറൻസ് സമ്മേളനം എന്ത് ചെയ്യാണ്? ഇവിടെ നടക്കുകയാണ്. എവിടെ നടക്കുകയാണ്? മഞ്ചേരിയിൽ നടക്കുകയാണ്. അത് എന്ന് നടന്നു? ഏപ്രിൽ 28, 1920 നമ്മൾ നടക്കുന്നു. അതൊരു മൈൽ സ്റ്റോൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? അത് മാറുന്നു. ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിട്ട് മാറുകയാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അതിന് അധ്യക്ഷത വഹിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ കസ്തൂരി രംഗ അയ്യങ്കാരാണ്. കസ്തൂരി രംഗ അയ്യങ്കാർ. ദ എഡിറ്റർ ഓഫ് ദ ഹിന്ദു. ഇറ്റ് വാസ് അറ്റൻഡഡ് ബൈ ദ എഡിറ്റർ ഓഫ് ദ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. ഇറ്റ് വാസ് അറ്റൻഡഡ് ബൈ ഓവർ 1300 ഡെലിഗേറ്റ്സ് എന്നാണ്. അപ്പോൾ 1300 അംഗങ്ങളുമായിട്ട് ഒരു മികച്ച ഒരു മഞ്ചേരി കോൺഫറൻസ് ആണ് ഇവിടെ എന്ത് ചെയ്തത്? നടന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് SCRTയിൽ ഇതിനെക്കുറിച്ച് പരാമർശമുള്ളതെന്നാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. ഇൻ മലബാർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഗെയിൻഡ് മൊമെൻറ്റം ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ. The first conference of the Malabar District Congress chaired by Annie Besant was held at Palakkad in 1916. KP Keshamenon, KP Raman Menon, Muhammad Abdul Rahman Sahib, K. Madhavan Nair, E. Moidu Maulavi and MP Narayana Menon were at the helm of the Congress in Malabar during this period. The last Malabar political conference held at Mancheri in 1920
ഡിസ്കസ്ഡ് സെവറൽ ഇഷ്യൂസ് ലൈക്ക് പൊളിറ്റിക്കൽ റിഫോംസ്, പ്രോബ്ലംസ് ഓഫ് ടെനൻസ് ആൻഡ് ദ ഖിലാഫത്ത് ആൻഡ് സോ ഓൺ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറയുന്നതനുസരിച്ച് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ എന്ന് നോക്കുമ്പോൾ ആനി ബസന്റിൻ്റെ പേരുണ്ട്, അതേപോലെ KP കേശവ മേനോനുണ്ട്, KP രാമൻ മേനോനുണ്ട്, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുണ്ട്, K മാധവൻ നായരുണ്ട്, അതുപോലെ മൊയ്തു മൗലവി ഉണ്ട്, അതുപോലെ MP നാരായണ മേനോനുണ്ട്. ഇവരുടെ എല്ലാം പേര് ഇതിനകത്ത് പരാമർശമുണ്ട്. 1916 എന്ന വർഷം ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ, അതായത് ഈ പറയുന്നതനുസരിച്ച് ലാസ്റ്റ് മലബാർ പൊളിറ്റിക്കൽ കോൺഫറൻസ് നടക്കുന്നത് മഞ്ചേരിയിൽ 1920-ലാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഖിലാഫത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ജന്മി കുടിയാന്മാരെ കുറിച്ച്, കുടികിടപ്പുകാരെ കുറിച്ച്, അതുപോലെ പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരെ കുറിച്ച് എല്ലാം ഈ SCERT-കകത്ത് പരാമർശമുണ്ട്. ഓക്കെ, അടുത്ത് നോക്കുക. ഇൻ 1920s ഗാന്ധിജി ആൻഡ് ഷൗക്കത്ത് അലി വിസിറ്റഡ് കാലിക്കറ്റ് ആൻഡ് ഡിക്ലെയർഡ് ദേ സപ്പോർട്ടഡ് ദ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയാണ്. 1920 ഗാന്ധിജിയും അതുപോലെ തന്നെ ഷൗക്കത്ത് അലിയും കോഴിക്കോട് എത്തുകയും അതുപോലെ തന്നെ അവരുടെ ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെടുന്ന അവരുടെ ഈ പറയുന്ന അനുസരിച്ച് ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെടുന്ന അവരുടെ സപ്പോർട്ട് അറിയിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. ദ ഖിലാഫത്ത് കമ്മിറ്റി വാസ് ഫോംഡ് വിത്ത് നോക്കുക കാട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ആൻഡ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ആസ് ദ പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി റെസ്പെക്റ്റീവ്ലി എന്നാണ്. അതായത് ഖിലാഫത്ത് കമ്മിറ്റി, കേരളത്തിലെ ഖിലാഫത്ത് കമ്മിറ്റി എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് കാട്ടിലശ്ശേരി. ആ കാട്ടിലശ്ശേരിയിൽ ഇത് ആരംഭിക്കുമ്പോൾ നോക്കുക, മുഹമ്മദ് മൗലവി ആൻഡ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഈ രണ്ട് പേരുമായിരുന്നു പ്രസിഡന്റും അതുപോലെ തന്നെ സെക്രട്ടറി. പ്രസിഡന്റ് മുഹമ്മദ് മൗലവിയും സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ദ ഖിലാഫത്ത് മൂവ്മെന്റ് ബിക്കം സ്ട്രോങ് ഇൻ മലബാർ. ഖിലാഫത്ത് മൂവ്മെന്റ് വളരെ സ്ട്രോങ് ആയിരുന്നു മലബാറിൽ. Subsequently, there were direct fight with the British in several places in മലബാർ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഡയറക്റ്റ് ഫൈറ്റുകൾ ബ്രിട്ടീഷുകാരുമായിട്ട് പല സ്ഥലത്തും മലബാറിലുണ്ടായി. ദ മാപ്പിള പെസന്റ് ഓഫ് മലബാർ ഫൗട്ട് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്ക്. അതായത് ഈ മാപ്പിള പെസന്റ് ഓഫ്, അതായത് മാപ്പിള കലാപങ്ങൾ മലബാറിൽ ബ്രിട്ടീഷുകാർക്കിടയിൽ ഉണ്ടായത് ഏറനാട്, വള്ളുവനാട്, പൊന്നാനി തുടങ്ങിയിട്ടുള്ള താലൂക്കുകളിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് പിൽക്കാലത്ത് എന്തായിട്ട് These struggles in general are known as മലബാർ റെബല്യൻ എന്നാണ്. ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളെയാണ് നമ്മൾ മലബാർ കലാപം എന്ന് 1921 വിളിച്ചിട്ടുള്ളത്. കേൾക്കുക, ഇൻ 1930s ദ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഗെയിൻഡ് മൊമെന്റം ഇൻ മലബാർ. People broke a salt law by making salt under the leadership of K. Kelappan and Muhammad Abdul Rahman Sahib at Payyanur and Kozhikode respectively. The British army brutally attacked the Satyagrahis and arrested the leaders, boycott of foreign goods, picketing, liquor shop and popularizing. ഇവിടെ നോക്കുക, 1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഗെയിൻഡ് മൊമെന്റം ഇൻ മലബാർ. അതായത് ഈ നിയമലംഘന പ്രസ്ഥാനം 1930 കാലയളവിൽ മലബാറിൽ ശക്തമായി മുമ്പിലേക്ക് വരുന്നു. People broke salt law by making salt under the leadership of K. Kelappan and മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. ഉപ്പ് നിയമം ലംഘിക്കുകയും ഉപ്പ് നിയമം ലംഘിക്കുന്നത് ആരുടെ ലീഡർഷിപ്പിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് K. കേളപ്പൻ്റെയും മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെയും ഭാഗമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അത് കോഴിക്കോട് അതുപോലെ പയ്യന്നൂരും എന്ത് ചെയ്തു, അവർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പയ്യന്നൂരും കോഴിക്കോടും ചെയ്തു എന്നാണ്. ദ ബ്രിട്ടീഷ് ആർമി ബ്രൂട്ടലി അറ്റാക്ക്ഡ് സത്യാഗ്രഹം. അപ്പോൾ ഈ ഉപ്പ് സത്യാഗ്രഹം ഈ പറയുന്ന ഉണ്ടാക്കാൻ പോകുന്ന കാലയളവിൽ ഈ പറയുന്ന വ്യക്തികളെല്ലാം കാര്യമായിട്ട് ബ്രിട്ടീഷുകാർ ബ്രൂട്ടലി എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്തു എന്നാണ്. അവരെ എന്ത് ചെയ്തു, തല്ലിച്ചതച്ചു എന്നുള്ളതാണ് ഇവിടെ പറയപ്പെടുന്നത്. അത് മാത്രമല്ല ഒരുപാട് ലീഡേഴ്സിനെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു എന്നുള്ളത് പറയപ്പെടുകയാണ്. അത് മാത്രമല്ല ഇവർ വിദേശ വസ്തുക്കൾ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട്
എന്ത് ചെയ്തു, കംപ്ലീറ്റ് അവർ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ലിക്വർ ഷോപ്പുകൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ആ കാലയളവിൽ അവർ പിക്കറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു കാലയളവിൽ ഈ മലബാറിലെ ജനങ്ങളിൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട്, ഖിലാഫത്ത് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പിൽക്കാലത്ത് ലേറ്റർ ഉണ്ടാവുന്ന ഡിസബോഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റം. ആ രാഷ്ട്രീയ മാറ്റമാണ് നമ്മൾ നാഷണൽ മൂവ്മെൻറ്റ്സ്, അതായത് കേരളത്തിലുള്ള നാഷണൽ മൂവ്മെൻറ്റ്സ്, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ വരുന്നുണ്ട്. അതുവരേക്കും നന്ദി, നമസ്കാരം.